ഹലോ, ഇന്ന് ഒരു ട്യൂട്ടോറിയൽ ആയിട്ടാണ് കേട്ടോ. ചെറിയൊരു മിനി ബൊക്കറ്റിൻ്റെ ചോക്ലേറ്റൊക്കെ വരുന്നത് അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ലിപ്സ്റ്റിക്കും കൂടി പാക്ക് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. ഇത് രണ്ടും സെയിം കസ്റ്റമറിന് തന്നെയാണ്. അപ്പം ഈ ബൊക്കറ്റ് ഉണ്ടാക്കുന്നത് കാണുമ്പോഴല്ല, നല്ലോണം ടൈം എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ബൊക്കറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ ടോട്ടലി വീഡിയോ എടുത്തത് 45 മിനിറ്റ്സ് ഓർ 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാനിത് കട്ട് ചെയ്ത് സ്പീഡ് കൂട്ടി എടുത്തപ്പം ഇത് ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അറൗണ്ട് 7 മിനിറ്റ് ഇല്ല. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ബൊക്കറ്റിന് ഷീറ്റ് ഉണ്ടാകും, അതൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും വാങ്ങാൻ വേണ്ടിയിട്ട്. അത് രണ്ടും എടുത്തിട്ട് വേണ്ട അത്ര സൈസിന് അത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് തെർമോക്കോൾ വേണം, ആ ഒരു സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ചോക്ലേറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഫ്ലവർ ആണെങ്കിലോ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തെർമോക്കോൾ വേണം. സോ അത് കട്ട് ചെയ്തിട്ട് അതും അതിൻ്റെ സൈസിൽ കട്ട് ചെയ്തിട്ട് നല്ലോണം തന്നെ അതിന് വെച്ച് കൊടുക്കണം. അതവിടെ നല്ലോണം സ്റ്റേക്കായിട്ട് നിന്നാലേ ചോക്ലേറ്റിന് വൃത്തിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഈ ബൊക്കറ്റ് ഉണ്ടാക്കുമ്പം വേറെ എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ പിന്നെ ആ ഒരു ബൊക്കറ്റിൻ്റെ ഭംഗിയേ പോവും. അത് നമ്മൾ കസ്റ്റമറിന് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിൽ പോലായാലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്കത് കൊടുക്കണ ഒരു വൃത്തിക്ക് കൊടുക്കാനാവില്ല. എന്തായാലും ഇത് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ തെർമാക്കോളിലേക്ക് അത് ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബൊക്കറ്റ് പേപ്പറിൽ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അറേഞ്ച് ചെയ്യുന്നത് തന്നെ ഒരു വലിയ പണിയാണ്. കാരണം അത് വൃത്തിക്ക് നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് അത് ഇങ്ങനെ ഡാൻസ് കളിക്കാന്നൊക്കെ പറയില്ലേ, അത്യപ്പുണ്ട്. എനിക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം എനിക്കറിയില്ല, ആയിരിക്കില്ല. കാരണം ഇങ്ങനെ ഉണ്ടാവണതാണ് തോന്നുന്നു. അത് നമ്മൾ നല്ലോണം ആ ഒരു ടാപ്പും ഉണ്ട്, നല്ലോണം അതവിടെ സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. എന്നാൽ അത് അവിടെ അങ്ങ് നിന്നോളും. അത് കഴിഞ്ഞിട്ട് 2 പീസ് എടുക്കണം. അത് 2 സൈഡിലേക്കും വേണ്ടിയിട്ടാണ്, അതായത് ഇങ്ങനെ. അത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സൈസിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിനായിട്ട് മിനി ബൊക്കറ്റാണ് ഉണ്ടാകുന്നത്. ഒരു 5 ഗാലക്സി മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ സെയിം ആയിട്ടുള്ളത് തന്നെ കട്ട് ചെയ്തതിന് ശേഷം അത് രണ്ടും 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഒന്നെങ്കിൽ നമുക്കിത് ടാപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റബ്ബർ യൂസ് ചെയ്തിട്ടോ വെക്കാം. ഞാനത് റബ്ബർ യൂസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അതിന് നമ്മളൊരു റബ്ബർ യൂസ് ചെയ്യുകയാണെന്നാണെങ്കിൽ ആ റബ്ബർ പിന്നെ നമ്മൾ തൊടുകയും ചെയ്യരുത്. വേറെ നമ്മൾ വെക്കണമെങ്കിൽ വേറെ റബ്ബർ യൂസ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു തെർമോക്കോളൊന്നും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ആ സെയിം പേപ്പർ തന്നെ യൂസ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ മടക്കി എടുക്കൂലേ, അങ്ങനെ ചെയ്തിട്ട് അത് വെക്കണം. അങ്ങനെ ഒരു 4 to 5 പീസ് നല്ലോണം തിക്കായിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ഒരു കുറച്ച് വലിയ പീസ് എടുത്തിട്ട് അത് കുറച്ച് ലെങ്ത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് വെക്കുകയും ചെയ്യുക. ഇത് ഒരു മിനി ബൊക്കറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് കുറച്ച് വലിയ ഹെവി ആയിട്ടുള്ള ബൊക്കറ്റ് ആണെങ്കിൽ ഇതിനേക്കാളും നല്ലോണം ഹെവി ആയിട്ടുള്ള പണി ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ റിബൺ വെച്ചിട്ട് അത് ഒരു സ്റ്റൈലായിട്ട് കെട്ടി കൊടുക്കുകയാണ്. ഞാൻ നോർമലി ഏത് ബൊക്കറ്റ് ഉണ്ടാക്കിയാലും ബോക്സ് ഉണ്ടാക്കിയാലും എല്ലാത്തിനും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ റിബൺ കെട്ടാറുള്ളത്. എനിക്ക് ഇങ്ങനെ കെട്ടാനേ അറിയുള്ളൂ, എന്നാലും വൃത്തി ഉണ്ടാവും അങ്ങനെ കെട്ടിയാൽ തന്നെ. ബ്ലാക്ക് ആൻഡ് വൈറ്റും നല്ല കോംബോ ആണല്ലോ, കളർ കോമ്പിനേഷൻ. പിന്നെ അതൊക്കെ നല്ലോണം ഇതാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഇതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഇതൊരു സൈഡിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു മിനി ബൊക്കറ്റ് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ ലോങ് വീഡിയോ ഷോർട്ടാക്കിയിട്ട് വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഡബിൾ ടാപ്പ് അല്ലെങ്കിൽ സൈഡിൽ അത് നല്ലോണം സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വെക്കണം. അല്ലാണ്ട് അതിങ്ങനെ ബസ്സിലൊക്കെ പോവാണെന്നാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞിട്ട് അത് ഫുള്ള് പോകും. അതുകൊണ്ട് തന്നെ ഒരു ടാപ്പ് യൂസ് ചെയ്തിട്ട് അവിടെ കറക്റ്റായിട്ട് വെച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ അടുത്ത് നോക്കിയപ്പം ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു കവർ തന്നെ ആദ്യം പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നല്ല ചെറുതായിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ തന്നെ വലിയൊരു പാക്ക് കിട്ടിയിരുന്നു. നൈക്കെന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ തന്നെ കൊടുക്കാമെന്ന്. അതിൽ തന്നെ ഇങ്ങനത്തെ കുറച്ച് വേസ്റ്റ് പേപ്പർ വന്നിരുന്നു, അതായത് പ്രൊഡക്റ്റ് ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അതിൽ വെച്ച് നല്ലോണം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി ഏതൊരാൾക്കും എൻ്റെ എന്ത് സാധനവും കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പേപ്പറാണ്, ഈ ഒരു ചാർട്ട് പേപ്പറിലാണ് കൊടുക്കാറുള്ളത്. ഫ്രെയിം ആണെങ്കിലും ചെറിയ ഗിഫ്റ്റ്സ് ആണെങ്കിലും ഇതും എൻ്റെ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡാണ്. ഇതിൻ്റെ മുകളിൽ വൈറ്റ് റിബണും വരുന്നതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു താങ്ക് യു കാർഡും കൂടി വെക്കാണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഓർഡർ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിനായിരുന്നു.
പിന്നെ ഞാൻ ഒരുവിധം ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. പെട്ടെന്നുള്ള ഓർഡറൊന്നും എടുക്കാനായിട്ടില്ലെങ്കിലും ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യണതാണ്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.